ഞാനിവിടെ ഇരുന്ന് എന്നാ കാണിക്കുന്നതെന്ന് അറിയാവോ? ഒരു സൂചിയിലോട്ട് നൂല് കോർക്കാൻ നോക്കുക. കണ്ണാടി വെച്ചിട്ടും കണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അദ്ദേഹവും നോക്കുന്നുണ്ട്, കോർത്ത് കിട്ടി കേട്ടോ. ഞാനേ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാല കോർക്കുകയാണ്. നല്ല ഫ്രഷ് ഫ്ലവർ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് മാവിലയൊക്കെ ചേർത്ത് മാല കോർക്കുകയാണ്. നാളെ ചിങ്ങം 1. തുമ്പിക്കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ പൂക്കളൊക്കെ പറക്കി തരുന്നുണ്ട്, മാവിലെ അടർത്തി തരുന്നുണ്ട്. ഗൗരി ഇതെല്ലാം വീഡിയോ എടുക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തോ ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, വീഡിയോ എടുക്കാമേ, നാളെ ചിങ്ങം 1 നല്ലൊരു പുതുവർഷ പുലരിയല്ലേ, അപ്പം നമുക്ക് വെറുതെ ഒരു രസം വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ പിന്നെ ഞാൻ പൂക്കൾ ഒരെണ്ണം ജഗവിരിയുടെ ചെവി വെച്ച് കൊടുത്തു. ആൾക്കത് ഇഷ്ടപ്പെട്ടു. മാല കോർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വാതിൽക്കൽ പ്രധാന വാതിൽക്കൽ കോർക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് തുമ്പി അവളുടേതായ കലാപരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. മാല കോർത്ത് കഴിഞ്ഞു. ഒരു സ്റ്റൂളിൽ കയറി നിന്ന് നാളത്തേക്കുള്ള വരവേൽപ്പിനായി പൂവ് കെട്ടിത്തൂക്കാനുള്ള പരിപാടിയാണ്. ഒരു മുട്ടുസൂചി തറച്ചിട്ട് ഞാൻ മാല കോർത്ത് ഇടുകയാണ്. അവിടെ തുമ്പി എനിക്ക് എടുത്തുകൊണ്ട് തന്നു കോർത്ത് വെച്ചിരിക്കുന്ന മാല. അത് അവിടെ കോർത്ത് ഇടുകയാണ്. പിന്നെ ഒരു തുമ്പപ്പൂവിൻ്റെ തിളക്കത്തോടെ നാളുകൾ നല്ലതാകട്ടെ, നന്മയുടെയും മേന്മയുടെയും നാളുകൾ മുന്നിലൂടെ കടന്നു പോകട്ടെ, എല്ലാവർക്കും മലയാളത്തിൻ്റെ മണമുള്ള പുതുവർഷം നേരുകയാണ് ഞാൻ. നന്മയും സമൃദ്ധിയും ഏകൊണ്ടാവട്ടെ പൊന്നിൻ ചിങ്ങത്തിൻ്റെ വരവ്. പ്രതീക്ഷയോടെ നമുക്ക് വരവേൽക്കാം പൊന്നോണ നാളുകളെ. സ്നേഹപൂർവ്വം, ഗൗച്ചീസ് വേൾഡ്. എല്ലാവർക്കും ഈ തുമ്പിക്കുട്ടിയുടെ ആശംസകൾ.